guys, welcome back to YouTube channel. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഗൈസ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. അപ്പോൾ നമ്മൾ എപ്പോഴും പോകുന്നത് എഡുമാർട്ടിലേക്കാണ്. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. ഇപ്പോൾ എല്ലാവരും കൂടെ കുഞ്ഞച്ഛൻ ബിയാൻഡി എല്ലാവരും കൂടെ പോവാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പേര് വന്നതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്താ പറയുക, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വേറൊരു ചാനലിൽ പോയിട്ട് ബാഡായിട്ട് കമൻറ്റ് ഇടുന്നത് ശരിയല്ല. അതിൽ ഞാനും കൂടെ ഉൾപ്പെട്ടു. എൻ്റെ പേരും കൂടെ പറയുന്നുണ്ട് അതിനകത്ത്. അത് വിചാരിച്ചത് പറയണമെന്ന്, പിന്നെ വിചാരിച്ച് എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ കാണുന്ന ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ വേറൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ ആ ചാനലിൻ്റെ അടിയിൽ ഞങ്ങൾ ഒരു ഏജായിട്ട് ആ ചാനലിലത്തെ അങ്ങനെ വീഡിയോസ് കാണാറുണ്ട്, ഞാൻ ഷോർട്സ് കാണാറുണ്ട്. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് വീഡിയോസൊക്കെ. അപ്പോൾ ആളും നല്ലൊരു വീഡിയോ ക്രിയേറ്ററാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ് ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയും കാണുന്ന സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു. അവരുടെ ഒരു വീഡിയോയിൽ ഒരു ഷോർട്സിൻ്റെ അടിയിൽ പോയിട്ട് ഒരു കമൻറ്റ് ഇട്ടേക്കാണ് നമ്മുടെ മാർക്കുകൾ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ ഞാനത് കണ്ടില്ല. പക്ഷേ എനിക്ക് ഇൻസ്റ്റയിൽ കൂടെ 2-3 കുട്ടികൾ ഇങ്ങനെ അയച്ചായിരുന്നു, ചേച്ചി ഈ ഒരു ഇത് കമൻറ്റ് കണ്ടോ ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ കുട്ടി കമൻറ്റ് ചെയ്തേക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കിൻ്റെ പേരിലാണ് കമൻറ്റ് ചെയ്തേക്കണം. ഒന്നാമത് ഈ മാർക്കിൻ്റെ പേരിലും പിന്നെ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടൊന്നും ഇടണം, അത് അത്ര ശരിയല്ല, അത് മോശമാണ് ഗൈസ്. അങ്ങനെയൊന്നും കമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റൊക്കെ കണ്ടു കേട്ടോ. അതിൻ്റെ ഇടയിലും ഇങ്ങനെ അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ അടിപിടി ഉണ്ട്. കുറേ സ്റ്റേറ്റുകാരും CBSE തോന്നുന്നു. പിന്നെ അങ്ങനെയല്ല, അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊക്കെ അടിയൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഒന്നാമത് ഈ കമ്പയർ ചെയ്തിട്ട് ഇങ്ങനെ കമൻ്റ് ഒന്നും ഇടുന്നത് അത്ര ശരിയല്ല, അത് മോശമാണ് ഗൈസ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, പക്ഷെ അത് സ്നേഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ അവരുടെ കമൻറ്റിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എൻ്റെ പേര് വെച്ചിട്ടാണ് തുടങ്ങിയത്. അതിൻ്റെ അടിയിലൊരു കുന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ ചിലതൊക്കെ വായിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ടൊന്നും കമൻറ്റ് ഇടാണ്ടിരിക്കുക പ്ലീസ്. അതൊന്ന് ശ്രദ്ധിക്കുക, ആരും ഞാനൊന്നും ചെയ്യുന്നത് കേട്ടോ. അപ്പം അതാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ഞാൻ കണ്ടോളൂ, എന്നാലും എനിക്കത് ശബ്ദമില്ല. ഞാൻ 2-3 ദിവസം മുമ്പ് കണ്ടോളൂ, എന്നാലും എനിക്കത് പറയണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇനി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ 2 ഇതും CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടണ മാർക്കാണ് അവർക്ക് എന്തായാലും 2 കൂട്ടർക്കും. അപ്പോൾ ആരും ഇങ്ങനെ മാർക്കിൻ്റെ പേരിൽ നല്ല ഒന്നിൻ്റെ പേരിൽ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടൊന്നും ഇടരുത്, അവർക്ക് പറയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങിലേക്ക് പോകാം. പിന്നെ നമുക്ക് ഗിവ് അവേ നമ്മൾ വേഗം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവർ ഇൻസ്റ്റയിൽ വന്നിട്ടൊന്ന് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ എനിക്ക് തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കാണുന്നവർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഷോപ്പിംഗ് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ ആമി നോക്കൂ, അവൾ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഉറങ്ങി. സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഡുമാർട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വരുമ്പോൾ എല്ലാവരുമായിട്ടാണ് വരാറ്. ഇവരൊക്കെ ഉണ്ടാവും, എല്ലാവരുമായിട്ടാണ് നമ്മൾ വരാറ്. അത് നമ്മൾ തെറ്റിക്കാറില്ല എപ്പോഴും. അപ്പോൾ നമ്മളിപ്പോഴും എല്ലാവരുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആമിയുണ്ട്, പുതിയ ആളാണ് നമ്മുടെ ആമി. അത് തോന്നുന്നു കുക്ക് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം. നമ്മുടെ ന്യൂ ബേബിയാണ്, ന്യൂ ജോയിൻ. എനിക്ക് ബുക്കും ബാഗും വാങ്ങാൻ. ബാഗ് വേണ്ടല്ലോ, എനിക്ക് ബാഗ് വാങ്ങണം കേട്ടോ. ബാഗൊന്നും ഇല്ല, എൻ്റെ ബാഗ് നാശം. ഗായ്സ് ഇവിടെ 30%, 20% ഓഫറിൽ ബുക്കുകളുണ്ട് കേട്ടോ. നിറച്ച് ബുക്കുകളാണ്. എനിക്കറിയില്ല ഇങ്ങനത്തെ ബുക്കുകളെ വാങ്ങണ്ടേന്ന്, കൺഫ്യൂഷനാണ്. ബാഗ് നോക്കാം. പക്ഷെ ഇവിടെ ഗിഫ്റ്റുകൾ കുറേ ഉണ്ട്, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ കണ്ടോ. സോ മെനി ഐറ്റംസ്. പിന്നെ ഇവിടെ കാറുകൾ, നിൽക്കണോ എന്തിനാടി കാറുകൾ എടുക്കണം. അവള് വീടും വന്നവര് തള്ളു. കുക്കുനെ ഇതിലിരുത്തിട്ടാ. കുക്കു കുക്കി
പെണ്ണുങ്ങളുടെ അവനെടുത്ത് എറിയും. അവനങ്ങനത്തെ സാധനം ഇഷ്ടമല്ല. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്, മറന്നു പോകുന്നു. എന്തൊക്കെ എടുത്തിപ്പോ കുറെ സാധനം വന്നിട്ടുണ്ട് അവര്. എനിക്കിഷ്ടം ഇങ്ങനത്തെ സ്റ്റോൺ. ഗൈസ് നമ്മുടെ ആമി നോക്കൂ സുന്ദരി ആയിട്ടിരിക്കുന്നേ. ആമി കിട്ടാ സുന്ദരി. ഈ ബാഗില്ല ഗൈസ്, ബാഗ് വാങ്ങണം. പക്ഷേ ബ്ലാക്ക് കളർ ബാഗാണ് എനിക്ക് വേണ്ടത്. ബ്ലാക്ക്. ഇവിടെയാണെങ്കിൽ ബ്ലാക്ക് കളറുള്ള ബാഗൊന്നും ഇല്ല. എനിക്ക് ബ്ലാക്ക് വിട്ട് കളിയില്ലെന്നറിയാലോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫോണിൽ എടുക്കാമെന്ന്. ആ അപ്പോൾ ബാഗ് തപ്പി നടക്കണമെന്നാണ് ഈ നടപ്പ്. എനിക്ക് വേണ്ടത് ബ്ലാക്ക് കളർ ബാഗാണ്. പക്ഷേ ഇവിടെ എനിക്ക് ബ്ലാക്ക് മതി. അല്ല ഈ സഞ്ചി വാങ്ങിയാലോ? ഇതാണെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നുണ്ട്. നീ ഇപ്പത്തെ എല്ലാവരും സഞ്ചി ഇട്ടിട്ടാണ് നടക്കണേ. കുഴപ്പമുണ്ടാണ്ടേ ഉണ്ടെങ്കിൽ മെഡൽ എടുത്തു. ഇത് മതി. പിന്നെ എനിക്ക് വാട്ടർ ബോട്ടിൽ വേണം ഇങ്ങനെ കുടിക്കണത്. അതാണോ കൊണ്ടുപോണത്? എന്താ നമ്മുടെ ബാഗാണ്. ബാഗിൽ തെന്നിമാറി പോകുന്നു. ഇത് നോക്കിയേ. അമ്മ എനിക്ക് ഇങ്ങനത്തെ കളർ എനിക്ക് ഇഷ്ടമല്ല. ഇടിപെട്ട് സാധനമാണ്. എനിക്ക് ബ്ലാക്ക് മതി. അത്രേ ഉള്ളൂ ബ്ലാക്ക്. ആ കയറ്റത്ത് ബാക്കിൽ ജസ്റ്റ് വെറുതെ കുഴഞ്ഞെടുക്കില്ല അത്. നമ്മൾ ഈ ബാഗ് ഫിക്സ് ചെയ്തു. നമ്മൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി വേറെ അടുത്ത് വെള്ളം കുപ്പി വേണം എനിക്ക്. അപ്പോൾ അതൊക്കെ കുഞ്ഞായിട്ട് എന്തിട്ടൊക്കെ എടുത്ത് നോക്കട്ടെ. അവൾ കണ്ണിയുണ്ടതൊക്കെ വരിയിടും. അവൾ കണ്ണിയുണ്ടതൊക്കെ വരിയിടും ഗൈസ്. അങ്ങനത്തെ കുട്ടിയാണ്. എനിക്ക് ചോറും പത്രമില്ല. അപ്പം അത് വാങ്ങണം. എടുത്തോ ചോറും ഇങ്ങനത്തെ വേണ്ട. സ്റ്റീലിൻ്റെ മതി. വലിയ ചോറ് പോവോ? ബ്ലോക്കായ സൈഡ് കൊടുത്തോ. ഞാൻ എന്തോരം കഴിക്കുക. അത് മതിയാ? ഇതിലൊക്കെ മതിയില്ലേ ചോറ്? അപ്പൊ അത് മതിയെന്നാ. ഇത് മതിയെന്നാ. മതിയാ? ചെക്ക് ചെയ്തോട്ടാ നല്ലതാണോ? അത് തിരിച്ചു വെച്ച് നോക്കി. 600. എന്തൊക്കെ എടുക്കുന്ന ഒരു പിടി. എന്തൊക്കെ എടുക്കും ഗൈസ്? ഒരു പിടിയില്ലല്ലോ. ഇവിടെ ഇരുന്നോ? നോക്ക്. ഉമ്മ തരോ? ഉമ്മ തരും. ആ നിങ്ങൾ വിചാരിക്കും ഞാൻ BTS വിട്ടു. നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റയുടെ കാണിക്കാം. കാരണം കുഞ്ഞാറ്റയുടെ കുറേ ഉണ്ട് ഗൈസ്. എന്നെക്കാളും കൂടുതൽ കുഞ്ഞാറ്റ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞാൻ വാങ്ങിച്ച ബാഗ്. കണ്ടോ? ഞാൻ സിമ്പിളായിട്ടൊരു ബാഗ് വാങ്ങി. അങ്ങനത്തെ കുപ്പി വേണമെന്ന് ആഗ്രഹമായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു കുപ്പി. പിന്നെ ഒരു കള്ളി ഇട്ടാ. പിന്നെ ഒരു വലിയ കള്ളിയും കൂടിയാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇത് സാധാരണ ഇട്ടാ വാങ്ങിച്ചത്. ഞാൻ അവിടെ നോക്കി, അവിടെ BTSൻ്റെ ഒക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഒരു പൗച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് BTSൻ്റെ ആണ്.
നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ബിറ്റീസിനെ വിട്ടിട്ടില്ല ഗൈസ്. അവർ 11-ാം തീയതി എല്ലാവരും കൂടെ ലാൻഡ് ആവുന്നതായിരിക്കും മിലിറ്ററിയിൽ നിന്ന്. അപ്പോൾ ദേ ഒരെണ്ണം പൗച്ച് വാങ്ങി. പിന്നെ ഞാന് അവിടെ കണ്ടതാണ് ഗൈസ്. അപ്പൊ ഞാൻ വെറുതെ എടുത്തു. കൊറിയൻ ചിക്കൻ ഫ്ലേവറിന്റെ ഒരു നൂഡിൽസ് ആണ്. വെറുതെ 2 എടുത്തുള്ളൂ, വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മള് പെൻസിലിന്റെ ഒരു ബോക്സ് വാങ്ങി. ഞാൻ വേറെ പെൻസിൽ നോക്കി, പക്ഷെ ഇതൊക്കെ കിട്ടുള്ളൂ. എനിക്ക് മറ്റേ ബ്ലാക്ക് ആണ് ഇഷ്ടം, ബ്ലാക്കും വൈറ്റും. പിന്നെ പശ, നമുക്കിതൊക്കെ ചിലപ്പോൾ ആവശ്യം വരും. പശ, ഫെവിക്കോൾ വാങ്ങി. പിന്നെ കുറച്ച് നെയിം സ്ലിപ്പ് ഇല്ലേ, മറ്റേ സ്റ്റിക്കി നോട്ട് പാഡ്സ്. ഇതൊക്കെ വെറുതെ വാങ്ങുന്നതല്ല. ഒരു ചോറ് പാത്രം വാങ്ങിയിട്ടാ. ഞാൻ കുറെ നാളായിട്ട് ഒരു ചോറ് പാത്രമാണ് കൊണ്ടുപോകണേ. നമുക്ക് ഇതിനകത്ത് കണ്ണാടി ഉണ്ട് ഗൈസ്, നമുക്ക് മുഖമൊക്കെ നോക്കാം. കണ്ടില്ലേ, പുറത്തൊക്കെ കാണും. അപ്പൊ ഇത് ഞാൻ വാങ്ങിയിട്ടാ. തുറന്ന് ഇതിനകത്ത് കൂട്ടാൻ പാത്രം ഉണ്ട്, കുട്ടിപാത്രാണ്. ഞാൻ ഇത്രയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോകുള്ളൂ, അതുകൊണ്ട് അതിന് കുഴപ്പമില്ല. അറിയാലോ നമ്മളത്ര കഴിക്കില്ല. അതങ്ങനെ ഇരിക്കണ ഒന്നും കഴിക്കില്ല ഗൈസ് കുഞ്ഞാറ്റ. പിന്നെ പശ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാപ്ലറിന്റെ പിന്ന്, പിന്നെ എന്തോ ഒരു മാർക്ക്. ഇത് വെറുതെ എടുത്തിട്ടെന്നാ തോന്നുന്നുണ്ട് എനിക്ക്. ഇത് ഹൈലൈറ്റർ. പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയാ, ഫെവി സ്റ്റിക്ക് അല്ലേ, ഫെവി സ്റ്റിക്ക്. പിന്നെ ഇത് അതന്നെ. പിന്നെ നമ്മള് കൊറേ തപ്പി നടന്നതാണ് ഇത്. ഇതെനിക്ക് കിട്ടി കഴിച്ചു. പക്ഷെ കുറച്ച് വലുതാണ് കേട്ടോ. വലുതെങ്ങനെ കിട്ടാ? മുടി ഇങ്ങനെ മൊത്തം വെച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ഇത് വാങ്ങി ഒരെണ്ണം. ഇനി ഈ ബാഗിലത്തെ കഴിഞ്ഞു. ഈ ബാഗിൽ എത്ര സാധനങ്ങളുള്ളൂ. ഇനി നമ്മൾക്ക് പിന്നെ ഇതിനകത്തൊരു കള്ളിയും കൂടി ഉണ്ട്. ഇങ്ങനെ ഇതിനകത്ത് ഫുൾ നോട്ടൊക്കെയാണ് കണ്ട. ഇതിനകത്ത് നമ്മൾ നോട്ട്സ് വാങ്ങിയിട്ടുണ്ട്. അമ്മ വലിയ നോട്ട് വാങ്ങിയേക്കണം. വലിയ നോട്ട് വേണമെന്നാണ് പറയണത്. ഇതേ അപ്പോ ക്ലാസ്മേറ്റിന്റെ തന്നെ നമ്മള് ബുക്ക് വാങ്ങി. ഇനി ഇത് നമ്മൾ വരയിടാത്തത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വരയിടാത്തതും കുറച്ച് വരയിട്ടതാണ് വാങ്ങിയിരിക്കുന്നത്. 3 എണ്ണം വരയിട്ടത് ക്ലാസ്മേറ്റിന്റെ തന്നെ. പിന്നെ റബ്ബർ വാങ്ങി ഗൈസ് ഞാൻ. ക്യൂട്ടായിട്ടുള്ള റബ്ബർ, ക്യൂട്ട്. കുഞ്ഞാറ്റിക്ക് റബ്ബർ എടുത്ത് കണ്ടപ്പോ അവൾക്ക് പപ്പ ഒരു വലിയ സാധനം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വാങ്ങിയില്ല കഴിച്ച. അപ്പൊ കുഞ്ഞാറ്റി ഭയങ്കര വിഷമം. സാല ഞാൻ ഇതിൽ നിന്ന് നിനക്ക് ഞാനിത് റെയിൻബോ തരാം. റെയിൻബോയും ഒരു ബലൂണും ഞാൻ തരാം. ബാക്കിയൊക്കെ എനിക്ക്. പിന്നെ ബോക്സ് വാങ്ങിട്ടോ ഞാൻ, ബ്ലാക്ക് കളർ. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബ്ലാക്ക് ബാഗ് തപ്പി പക്ഷെ കിട്ടിയില്ല. ഇങ്ങനത്തെ ബോക്സ് കാണാണെങ്കിൽ വാങ്ങിക്കാലോ നമ്മുടെ കുട്ടികൾക്ക്. ഇതില് ഒരു പേന വരുന്നുണ്ട്, 2 പേന വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു പെൻസിലും വരുന്നുണ്ട് കേട്ടോ. അത് തിരിക്കാതെ സ്ക്രൂ ഒക്കെ പോകുമ്പോ ബോക്സ്. പിന്നെ എന്തോണ്ടല്ലോ, ഇതെന്റെ മമ്മ എപ്പോ സ്കൂൾ ഷോപ്പിങ്ങിന് പോകണം അപ്പൊക്കെ മമ്മ ഇത് വാങ്ങിക്കും. വെറുതെ മമ്മയുടെ നൊസ്റ്റു വന്നാ പറയുന്നത് പേന. ന്യൂസ് അവാർഡ്. മമ്മ പഠിച്ചത് നെല്ലിക്കുന്ന സ്കൂളിലാണ്. അപ്പൊ അവിടുത്തെ യൂണിഫോം ഇങ്ങനെയായിരുന്നു. വെള്ള പാവാടിയാണോ, വെള്ള ഷർട്ടും നീല പാവാടിയും അങ്ങനെയായിരുന്നു എന്നാണ് പറയണേ. അപ്പൊ അയ്യോ ഇനി ഉണ്ടാ. ഇനി ഞാൻ ബുക്ക് പൊതിയുന്നൊരു സാധനം വാങ്ങി. ഈ ബുക്കിന് ഇത് ഒരു വട്ടം ഇത്തിരി വരുള്ളൂ പകുതി. കണ്ട, അത് ഉള്ളി വെച്ച് സ്റ്റാപ്ലർ അടിക്കുക. ആരപ്പോ ഉള്ളി നോക്കണേ, പുറം മാത്രം കണ്ടാവുള്ളൂ. അങ്ങനെ ഗൈസ് എന്റെ ചാനൽ കഴിഞ്ഞു. കുഞ്ഞാറ്റ സാധനം കാണിക്കാൻ മുട്ടി നിക്കാണ്. എനിക്കിത് ഫുള്ളും കുഞ്ഞാറ്റക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ്. അല്ല ഗൈസ് അല്ല, പിന്നെ അത് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ സാധനം വരുന്നുണ്ട്. ഇത് ആമിയുടെ ചെരുപ്പാണ് ഗൈസ്. ഇത്
ഇത് അവള് ഊരിട്ടു അവിടെ ചെന്നപ്പോ. അപ്പൊ അതങ്ങനെ തന്നെ ഇതിനകത്ത് കിട്ടിട്ടു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് കണ്ടത് ബാഗാണ്. ഞാൻ ബാഗ് കാണിച്ചത് കെട്ടിവെച്ചാണ് അവര് ചാക്കാട്. ഞാൻ പിന്നെ ജിമ്മിന് പോണോണ്ട് കുഴപ്പമുണ്ട് ജിമ്മിന് പോണോണ്ട് കുഴപ്പമുണ്ട്. അപ്പൊ കുഞ്ഞാരയുടെ ബാഗ് എന്റെ കുഞ്ഞാരുടെ ബാഗ് സെയിം കളറാണ് കണ്ടോ. ഇതിനകത്ത് ഇപ്പോ ഒരു കള്ളിയുണ്ട്. ഒരു കള്ളി ഫസ്റ്റ് ഒരു കള്ളിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കള്ളിയുണ്ട്. നല്ല ബാഗാണല്ലോ, എനിക്ക് ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഒരു കള്ളിയുണ്ട്. കുറെ കളിയുണ്ട് കുഞ്ഞാരയുടെ ബാഗിൽ. പിന്നെ ഒരു കള്ളിയും കൂടി ഉണ്ട്. ഓ എന്തോരം കള്ളിയാ. അപ്പൊ ഇതാണ് കുഞ്ഞാറ്റയുടെ ബാഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് സാധനങ്ങൾ നന്നായിട്ട്. അപ്പൊ ഇതാണ് നമുക്ക് കളിക്കാൻ വേണ്ടി, നമുക്കല്ല ഉണ്ണിക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. മുന്തിരി അത് ഇത് ചക്ക മാങ്ങ തേങ്ങ പിന്നെ ഒരു റഷ്യ വാങ്ങിയിട്ടുണ്ട് കുഞ്ഞാറ്റയ്ക്ക്. അത് തോന്നുന്നു കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിൽ പോകുമ്പോ അച്ഛനൊരു ഇതെന്തിനത് ഓ വലിയൊരു ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. വലിയൊരു ഗ്ലാസ് മൊന്ത പോലെ മൊന്ത. ചായ കുടിക്ക പപ്പ. കുഞ്ഞച്ചന് രാവിലെ എണീറ്റ് ഒരു കലം ചായ മസ്റ്റാണ്. കാരണം ബാത്റൂമിലൊക്കെ പോകണം. അപ്പൊ ഒരു കലം മമ്മ അങ്ങനെയാണ് കേട്ടോ. ഒരു ബോക്സ് ഒക്കെ വാങ്ങിട്ടാ. ഇത് എത്ര ദിവസം ഉണ്ടാവും? അത് സ്കൂളിൽ തന്നെ അവിടെ വെക്കൂ. ഇവരൊക്കെ അല്ലേ സ്കൂളിൽ കൊണ്ടുപോണേ. തുറന്ന് കാണിച്ചെടുക്ക്. ഇത് തുറന്ന് കാണിച്ചത്. ഇതിനകത്ത് അങ്ങനെ അധികം കള്ളിയൊന്നും ഇല്ല. അതെ, പക്ഷെ പുറത്ത് അടിപൊളിയായിട്ടുണ്ട് സംഭവം. രസമുണ്ട്. ഇത് ഒന്നുകൂടെ കാണിച്ചു കൊടുത്ത അടുത്തേക്ക്. ഓ കണ്ണ് ഹിപ്നോട്ടൈസ് ചെയ്യാം. ഇനി വെള്ളം കുപ്പി നോക്ക് ഗൈസ്. ഇതിന്റെ ഉള്ളിക്കാണത്. ഇങ്ങനെ കണ്ടോ. ഇനി നമ്മളിങ്ങനെ കുത്താ വെള്ളം വരും കഴിച്ച് ഇതിന്റെ ഉള്ളിൽ കൂടെ തോന്നുന്നു. ഇങ്ങനെ നിൽക്കുമ്പോ വെള്ളം വരും. ഇപ്പൊ ഉറക്കൊക്കെ വരാണെങ്കിൽ ഇങ്ങനെ അടിക്കാം. ഇവൾക്ക് പിള്ളേരുടെ മുഖത്ത് അടിച്ചു കളിക്കാനാ, വേറെ ഒന്നിനല്ല ഗൈസ്. അറിയാണ്ട് വെച്ചതാ ബിയന്റെ അറിയണ്ട. അടുത്തത് ഞാൻ എടുക്കാം. വെയിറ്റ് ഗൈസ്. ക്യൂട്ട് ഗൈസ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു വെള്ളം. ഇതെന്തത്? ആ ഈ പാല് കുപ്പിയത്. പാലുകുപ്പി ആ ഈ സ്റ്റീലിന്റെ നല്ല രസമുണ്ട്. ഇതാമിക്കാണ്. അപ്പൊ ഇനി കുഞ്ഞാറ്റയ്ക്ക് ഒരു ഫയലൊക്കെ ഫയലിന്റെ ഉള്ളിൽ എന്താണ് ഒരു മിഠായി ഉണ്ട് ഫയലിന്റെ ഉള്ളില്. പിന്നെ സ്കെയില് വാങ്ങിയിട്ടുണ്ട്, ഉണ്ട വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉണ്ട വേറെ ഉണ്ട. പിന്നെ ദേ കട്ടറ്, അങ്ങനെ കുറച്ച് സാധനങ്ങള്. പിന്നെ ദേ പെൻസില്, ബുക്സ് ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് കുറെ. കുഞ്ഞാറ്റ ഇപ്പൊ 2ാം ക്ലാസ്സിലായി. അതുകൊണ്ട് ഇത്രയും വലിയ ബുക്ക് കൊണ്ടുപോകാം. ഇത് എന്തിട്ടില്ല. ഇത് സക്സസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടാ. എൻ്റെ ഇംഗ്ലീഷ് നോട്ട് ബുക്കായിരുന്നു ഇത്. എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ദേ അങ്ങനെ കുറച്ച് ബുക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നെയിം സ്ലീപ്പ് കണ്ടോ നമ്മുടെ ആരത് മിക്കി മൗസ്. പിന്നെ ഇത് ഫ്രീ ആണ് ഗൈസ്. നിങ്ങൾ ഇതൊക്കെ കാണണം. നമുക്ക് അവിടെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് എനിക്കും കിട്ടിയായിരുന്നു. എന്റെ അകത്താണ്. ഇതേപോലെ തന്നെ പർപ്പിള് കുപ്പിയായിട്ട് അതിന്റെ കൂടി ഇട്ടിട്ടാ. ഇത് നല്ല കാര്യമാണ് കേട്ടോ. ബോക്സും കൂടെ കൊടുക്കുന്നത്. ഞാൻ കണ്ടപ്പോ വിചാരിച്ചത് എന്തിങ്ങനെയെന്ന്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പൊ എനിക്ക് തോന്നി. അപ്പൊ ഇവിടെ വാങ്ങിട്ട് തോന്നുന്നു കുക്കുനാവും. കുക്കുന് ബ്രഷ് ഒന്നും ഗൈസ് കുട്ടീനെ പല്ലുതപ്പിക്കാറില്ല ഇപ്പൊ. അപ്പൊ അവന് ബ്രഷ്. പിന്നെ 2 ബുക്ക് പൊതിയണത് വാങ്ങിട്ട്. ഇത് അത്യാവശ്യം വലിപ്പുണ്ടാ കുറച്ചുകൂടെ. ഇത് സെയിമാ.
എനിക്ക് കുറച്ചധികം ഉണ്ടെന്നുള്ളൂ. ദേ 2 ബുക്ക് പൊതിയാണല്ലോ. പിന്നെ നമുക്കത് വിട്ട് കാണിച്ചു കൊടുത്താലോ. താ എടുക്ക്. അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ പുതിയത് അപ്പൊ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ബാറ്ററി ഇടണമെന്നാ ആരാ പറഞ്ഞേ ബാറ്ററി ഇടണമെന്ന്? സ്കൂൾ ഷോപ്പിംഗ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കരുത്. ഞങ്ങൾ ഇനി വീഡിയോ ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടേ പോവാ. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരും.